ഹായ് ഓൾ, ഈ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന്റെ വിവിധ ടൈപ്പുകളെ പറ്റിയാണ്, ഫ്രിക്ഷന്റെ വിവിധ തരങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് ഫ്രിക്ഷന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കൊന്ന് കണ്ടുകളയാം എങ്ങനെയാണ് ഫ്രിക്ഷനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഫ്രിക്ഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വീഡിയോ കാണാം. ഓക്കെ, ഇതാ ഒരു സ്കൂളിൽ മറ്റൊരു സ്കൂളിൽ ബോൾ പാസ് ചെയ്യണം. അപ്പോൾ സ്കൂളിന്റെ മേളിൽ കൂടെ ബോൾ പാസ് ചെയ്ത് ബോൾ പെതുക്കെ 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 ഉരുണ്ട് വന്ന് നിൽക്കുകയാണ്. നമുക്കറിയാം ഇത് എന്തുകൊണ്ടാണെന്ന് ഈ ചാപ്റ്റർ പഠിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രീവിയസ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ അല്ലേ. ആ സ്കൂളിൽ ആലോചിക്കുകയാണ്, അണ്ണാൻ കുഞ്ഞ് ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ ബോൾ ഉരുണ്ട് വന്ന് നിന്നത്. നമുക്കതിന് ആൻസർ അറിയാം. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ. ഇതെന്തുണ്ടായതുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ടാണ്. അതിനുശേഷം അണ്ണാൻ കുഞ്ഞ് എന്ത് ചെയ്യാണ്, ഒരു ബലൂൺ എടുത്ത് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അത് സംഭവിക്കുകയാണ്. ഇനി നോക്കിയാൽ നിങ്ങൾ ബ്രെഡിൽ ജാം തേക്കാറുണ്ട് അല്ലേ. ഇന്ന് രാവിലെ എല്ലാവരും വിശന്നിരിക്കുമ്പോൾ സാർ എന്താ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് എന്ത് ചെയ്യാണ്, ഒരു ബ്രെഡ് കൊണ്ടുവരികയാണ്. ബ്രെഡിനകത്ത് നന്നായിട്ട് എന്ത് ചെയ്യുക, ജാം തേക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് വേറൊരു ബ്രെഡ് ഒട്ടിച്ചു വെക്കും അല്ലേ. വേറൊരു ബ്രെഡ് നിങ്ങൾ ഒട്ടിച്ചു വെക്കും. ഈവൻ തോ നിങ്ങളുടെ എന്താ പറയുക, ഇനി വിമാനങ്ങൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കണം. വിമാനങ്ങൾ ട്രാവൽ ചെയ്യും, വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് നീന്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം. ദീസ് ആർ ഓൾ ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻസ്. ഇതിനെല്ലാം എന്താണ് ഫ്രിക്ഷന്റെ ടൈപ്പ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ ഫ്രിക്ഷനെ നമുക്ക് ജനറലായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദർ ആർ 3 ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ. ഇതിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യും? ഇപ്പം നമ്മൾ കണ്ട സിറ്റുവേഷൻസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഒരു ബോൾ ഉരുണ്ട് വന്ന് നിൽക്കുന്നത് അല്ലേ. നമ്മൾ ആദ്യം കണ്ടത് എന്താ, ഒരു ബോൾ ഉരുണ്ട് വന്ന് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ബോൾ ആവണം എന്നില്ല, വേറെ എന്താ ഒരു നിങ്ങൾ ഈ എന്താ പറയുക, വീപ്പൊക്കെ കണ്ടിട്ടില്ലേ, സിലിണ്ടേഴ്സ് ഉരുണ്ട് വന്ന് നിൽക്കുന്നത്. അതൊക്കെ ഒരു ടൈപ്പിൽ ഞാൻ അതിനെ പെടുത്തുകയാണ്. 2, നിങ്ങൾ ബ്രെഡിനകത്ത് ജാം എടുത്ത് തേച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് വെക്കുന്നത്. രണ്ടാമത്തെ ഫ്രിക്ഷൻ അതിനായിട്ട് എടുത്തു വെക്കാം. മൂന്നാമത്, നിങ്ങൾ വെള്ളത്തിൽ നീന്തുന്നത്, യു ആർ സ്വിമ്മിങ്, നിങ്ങളുടെ സ്വിമ്മിങ്ങിനെ ഞാനൊരു മൂന്നാമത്തെ ഫ്രിക്ഷനായിട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് എയറില്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലല്ലോ, എയറിൽ കൂടി വണ്ടി മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വിമാനം മൂവ് ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ സീനിൽ കണ്ടു. ഒരു ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നായിട്ട് ഫ്രിക്ഷനെ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് 3 ടൈപ്പ് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ, ദേ ആർ റോളിംഗ്, സ്ലൈഡിംഗ് ആൻഡ് ഫ്ലൂയിഡിക്. എന്തൊക്കെയാണ് 3 ടൈപ്പ് ഫ്രിക്ഷൻ? റോളിംഗ് ഫ്രിക്ഷൻ, ഇപ്പൊ തന്നെ മനസ്സിലായി കാണും. മനസ്സിൽ ആ സിറ്റുവേഷൻ കൊണ്ടുവരണം. വാട്ട് ഈസ് എ റോളിംഗ് ഫ്രിക്ഷൻ? എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ എന്നുള്ളത് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നതാണ്. ദെൻ വാട്ട് ഈസ് എ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ? ഒരു ബ്രെഡിന്റെ മേളിൽ മറ്റൊരു ബ്രെഡ് ഇരുന്ന് സ്ലൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രിക്ഷനെയാണ് നമ്മൾ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന പേരിട്ട് വിളിക്കുക. ദെൻ ദ തേർഡ് വൺ ഈസ് ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ. എന്താണ് ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഫ്ലൂയിഡ്, ദാറ്റ് മീൻസ് എയർ ഈസ് എ ഫ്ലൂയിഡ് ആൻഡ് വാട്ടർ ഈസ് അനദർ ഫ്ലൂയിഡ്. നിങ്ങൾ വെള്ളത്തിൽ കൂടി നീന്തുന്നത്, ദാറ്റ് ഈസ് എ ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ. ഇനി നിങ്ങൾ എന്താ പറയുക, വിമാനം, എയർപ്ലെയിൻസ് എന്ത് ചെയ്യുക, നമ്മുടെ വായുവിലൂടെ മൂവ് ചെയ്യുന്ന, എയറിലൂടെ സഞ്ചരിക്കുന്നത്, ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഫ്രിക്ഷനെ ജനറൽ ആയിട്ട് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം. They can be classified into 3, and which are they? ഏതൊക്കെയാണത് എന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് റോളിംഗ് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ. 3 ടൈപ്പ് ഫ്രിക്ഷൻ ആണ് നമുക്ക് ജനറൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള 3 ടൈപ്പ് ഫ്രിക്ഷൻ ആണ്, ഫ്ലൂയിഡിക്, റോളിംഗ് ആൻഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻസ്. ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം വാട്ട് ആർ ദേ. ഇനി എങ്ങനെയാണ് ഈ ഫ്രിക്ഷൻസ് ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് കണ്ടുവെക്കാം. എങ്ങനെയാണ് ഈ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുവെക്കാം. സാർ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻസ് ആർ ദെയർ. ദേ ആർ സ്ലൈഡിംഗ്, റോളിംഗ് ആൻഡ് ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ. ഇനി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. നോക്കിയേ, സ്ലൈഡിംഗ് ഫ്രിക്ഷന്റെ ഡെഫിനേഷൻ ഞാൻ തന്നെ തന്നിട്ടുണ്ട്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ occurs when 2 solid surface slides over each other. അതായത് ഒരു സർഫസിന്റെ മേളിൽ 2 സോളിഡ് സർഫസ് ആയിരിക്കണം. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം, 2 സോളിഡ് സർഫസ് ആയിരിക്കണം. 2 സോളിഡ് സർഫസ് ഒന്നിന് മുകളിൽ ഒന്ന് സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുക, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന പേരിട്ട് വിളിക്കുക എന്ന് വിളിച്ചു അല്ലേ. എന്തിനാ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പേരിട്ട് വിളിക്കുക? 2 സോളിഡ് സർഫസ് ആയിരിക്കണം. നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ബ്രെഡ്, ദാറ്റ് 2 ആർ സോളിഡ്സ് അല്ലേ. ആ സോളിഡിന്റെ മേളിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് എന്തെന്ന് വിളിക്കുക, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന പേരിട്ട് വിളിക്കുക. കണ്ടോ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ കണ്ടോ, ഐസിന്റെ മേളിൽ കൂടി നമ്മുടെ സ്ക്വിറിൽ മൂവ് ചെയ്യുന്നത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷന് എക്സാമ്പിൾ ആണ്.
അതായത് നോക്കിയാൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? സ്ലൈഡിങ് ഫ്രിക്ഷന് എക്സാമ്പിൾ ആണ്. നിങ്ങൾ സ്ലൈഡ്സിൽ മൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും കയറി വണ്ടർലയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് സ്ലൈഡ്സിലൊക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് താഴെ വന്നിറങ്ങാൻ. ദിസ് ഈസ് ആൻ ബെറ്റർ എക്സാമ്പിൾ ഫോർ സ്ലൈഡിങ് ഫ്രിക്ഷൻ. നിങ്ങളെന്ന് പറയുന്ന സ്ലൈഡിങ് ഫ്രിക്ഷൻ, നിങ്ങളെന്ന് പറയുന്ന സ്ലൈഡ് എന്ത് ചെയ്യുക, നിങ്ങളെന്ന് പറയുന്ന സോളിഡ് ആ സ്ലൈഡിൽ കൂടി എന്ത് ചെയ്യാണ്, ആ റൈഡിൽ കൂടി ഇങ്ങനെ എന്ത് ചെയ്യാണ്, സ്ലൈഡ് ചെയ്ത് ഇറങ്ങുന്നതിനെയാണ് എന്തെന്ന് പേരിട്ട് വിളിക്കുക? സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന പേരിട്ട് വിളിക്കുക. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്ലൈഡിങ് ഫ്രിക്ഷൻ. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? സ്ലൈഡിങ് ഫ്രിക്ഷൻ. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും, വാട്ട് ഈസ് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. എപ്പോഴാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉണ്ടാവുക? സ്ലൈഡിങ് ഫ്രിക്ഷൻ എപ്പോഴാണ് ഉണ്ടാവുക? occurs when two solid surface slides over each other. അതായത് രണ്ട് സോളിഡ് സർഫസ് അതിന്റെ മേളിൽ സ്ലൈഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഇത്രയും വിചാരിച്ചാൽ മതി. ഒരു ബ്രെഡ് മറ്റൊരു ബ്രെഡിന്റെ മേളിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? രണ്ടും സോളിഡ് ആണ്, അത് ഒന്നിന്റെ മേളിൽ ഒന്നായിട്ട് സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുന്ന ആ ഒരു എക്സാമ്പിൾ. നിങ്ങൾ ജാമൊക്കെ തേച്ചിട്ട് ഒട്ടിച്ച് വെക്കത്തില്ലേ? അപ്പോൾ ജാമ് തേക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ആ ബ്രെഡിനെ ചെറുതായിട്ടൊക്കെ മൂവ് ചെയ്യാം. ജാമ് തേച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് മൂവ് ചെയ്യാൻ. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്ലൈഡിങ് ഫ്രിക്ഷൻ. അല്ലെങ്കിൽ ഐസ്ബർഗ്സിന്റെ മേളിൽ ഈ സ്കുറിൽ സ്ലൈഡ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ. അല്ലെങ്കിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്ന സ്ലൈഡ്, അങ്ങനെ സ്ലൈഡ് നീങ്ങി ഇറങ്ങുന്ന സ്ലൈഡ്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്ലൈഡിങ് ഫ്രിക്ഷൻ. എന്താണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായോ? ദാറ്റ് മീൻസ് ഒരു സോളിഡ് മറ്റൊരു സോളിഡിന്റെ മുകളിൽ കൂടി സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന പേരിട്ട് വിളിക്കുക. അന്നേരം ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന പേരിട്ട് വിളിക്കുക. ഇനി എന്താ റോളിംഗ് ഫ്രിക്ഷൻ? occurs when an object rolls over അക്രോസ് എ സർഫസ്. അതായത് ഒരു ഒബ്ജക്റ്റ് മറ്റൊരു സർഫസിന്റെ മുകളിൽ കൂടി റോൾ ചെയ്ത് പോകുമ്പോൾ, ഉരുണ്ട് പോകുമ്പോൾ അവിടെ അതിന്റെ ഫോഴ്സ്, അതിന്റെ മോഷനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റോളിംഗ് ഫ്രിക്ഷൻ എന്ന പേരിട്ട് വിളിക്കുക. ഇതെല്ലാം ഒപ്പോസിങ് ഫ്രിക്ഷൻ തന്നെയാണ്. ഇവിടെ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോൾ, ഫോർ എക്സാമ്പിൾ ഒരു ബോൾ തറയിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബോൾ നമ്മുടെ ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യാണ് എന്ന് വിചാരിക്കുക. മൂവ് ചെയ്ത് അത് വന്ന് നിൽക്കും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ. അത് എന്ത് കാരണമാണ്? റോളിംഗ് ഫ്രിക്ഷൻ ആണ്. ദാറ്റ് മീൻസ് വി ക്യാൻ സിംപ്ലി ഡിഫൈൻ റോളിംഗ് ഫ്രിക്ഷൻ ആസ് occurs when an object rolls over across a surface. ഒരു സർഫസിൽ കൂടി റോൾ ചെയ്ത് പോകുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ എന്തൊരു പേരിട്ട് വിളിക്കുക? റോളിംഗ് ഫ്രിക്ഷൻ എന്ന പേരിട്ട് വിളിക്കുക. എന്തൊരു പേരിട്ട് അതിനെ വിളിക്കുക? റോളിംഗ് ഫ്രിക്ഷൻ എന്ന പേരിട്ട് വിളിക്കുക. ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ കണ്ടു, ആ എക്സാമ്പിളിൽ കണ്ടപ്പോൾ ബോൾ ഉരുണ്ടുവന്ന് നിൽക്കുന്നത്, ഇറ്റ് ഈസ് എ ബെറ്റർ എക്സാമ്പിൾ ഫോർ റോളിംഗ് ഫ്രിക്ഷൻ. നിങ്ങൾ സൈക്കിളിൽ കൂടി പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി വന്ന് നിൽക്കുന്നത്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റോളിംഗ് ഫ്രിക്ഷൻ. അത് എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? റോളിംഗ് ഫ്രിക്ഷൻ എക്സാമ്പിൾ ആണ്. ഇനി നോക്കിക്കുക, ഇത് ടയർ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? റോളിംഗ് ഫ്രിക്ഷന് എക്സാമ്പിൾ ആണ്. ഇനി നോക്കിയേ, എന്താണ് ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ? റോളിംഗ് ഫ്രിക്ഷൻ എന്താണെന്നുള്ളത് വ്യക്തമായല്ലോ. അതായത് ഒരു സർഫസിൽ കൂടി മറ്റൊരു സാധനം ഇങ്ങനെ റോൾ ചെയ്ത് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ സൈക്കിൾ കൊണ്ടുവന്നിട്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ അവിടെയൊക്കെ അപ്ലൈ ആവുന്നത് എന്താണ്? റോളിംഗ് ഫ്രിക്ഷൻ ആണ്. അത് സൈക്കിളിൽ പോകുമ്പോൾ തന്നെ ഇൻഫാക്ട് അതിന്റെ ടയേഴ്സ് കാരണം ഉണ്ടാകുന്നത് എന്താണ്? റോളിംഗ് ഫ്രിക്ഷൻ ആണ്, അല്ലേ? ഒരു ഗ്രിപ്പ് കിട്ടുന്നത് ആ ഫ്രിക്ഷനിൽ എന്ത് ചെയ്യും? നിങ്ങൾ സ്ലൈഡ് ചെയ്ത് തെന്നി വീഴുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റോളിംഗ് ഫ്രിക്ഷൻ. ഇനിയുണ്ട് ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ. എന്താണ് ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ എന്നുള്ളത് നോക്കാം. occurs when an solid object moves through a solid or a gas. ഗ്യാസിൽ കൂടെയോ സോളിഡിൽ കൂടെയോ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനെയാണ് എന്തൊരു പേരിട്ട് വിളിക്കുക? ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ എന്ന പേരിട്ട് വിളിക്കുക. നിങ്ങൾ നോക്കിയേ, എവിടെ പോയാലും തടസ്സമാണ്. നമ്മുടെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫ്രിക്ഷൻ ആക്ട് ചെയ്യും, അല്ലേ? സംശയമുണ്ട്, നിങ്ങളൊന്ന് നോക്കിയോ. ഫസ്റ്റ് നമ്മൾ സ്ലൈഡിങ് ഫ്രിക്ഷനെ പറ്റി പഠിച്ചു. നമ്മളൊരു ബ്രെഡ് എടുത്ത് തിന്നാലും അതിനകത്ത് ഫ്രിക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഉടുപ്പെടുത്തിടുന്നത്, നിങ്ങളൊരു ഉടുപ്പെടുത്ത് നിങ്ങളുടെ ദേഹത്തിടുന്നത്, അത് എപ്പോഴും തെന്നി പോകുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ആ ഉടുപ്പ് നിങ്ങളുടെ ദേഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് കിടക്കുകയാണ്. ഇറ്റ് സ്ലൈഡ്സ് ഓവർ യുവർ ബോഡി. ദാറ്റ് മീൻസ് അവിടെയും സ്ലൈഡിങ് ഫ്രിക്ഷൻ അഫക്ട് ചെയ്യുകയാണ്. നിങ്ങളൊരു ബ്രെഡ് എടുത്ത് മറ്റൊരു ബ്രെഡിന്റെ മേളിൽ വെക്കുമ്പോൾ അവിടെയും ഫ്രിക്ഷൻ അഫക്ട് ചെയ്യുകയാണ്. അതിനെ നമ്മൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന പേരിട്ടാണ് വിളിച്ചത്. ഇനി റോളിംഗ് ഫ്രിക്ഷൻ, നിങ്ങൾ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു വണ്ടിയിൽ പോകുമ്പോൾ എപ്പോഴും ഈ റോളിംഗ് ഫ്രിക്ഷൻ അഫക്റ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന കേസ് അഫക്റ്റ് ആവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ലിക്വിഡിലും ഗ്യാസിലും നമ്മൾ രക്ഷപ്പെട്ടല്ലോ, അവിടെ ഫ്രിക്ഷൻ ഒന്നും ബാധകമല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ അതിനെ നമ്മൾ ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ എന്ന പേരിട്ടും വിളിച്ചു. എന്താ ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, occurs when an solid object moves through a fluid or a gas. ഒരു ഫ്ലൂയിഡിൽ കൂടിയോ ഗ്യാസിൽ കൂടിയോ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന തടസ്സത്തെയാണ്, അതിന് അനുഭവപ്പെടുന്ന ഒപ്പോസിംഗ് ഫോഴ്സ് ആയ ഫ്രിക്ഷനെയാണ് നമ്മൾ ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ എന്ന പേരിട്ട് വിളിക്കും.
അതിനെ എന്തൊരു പേരിട്ട് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ. അതിനെ എന്തൊരു പേരിട്ട് വിളിക്കും? ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ എന്ന പേരിട്ട് നമ്മൾ വിളിക്കും. ഇനി നമുക്കൊന്ന് കണ്ടു കളയാം എന്താണ് ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ. നിങ്ങളെല്ലാവരും മഴയത്ത് സഞ്ചരിക്കുന്നവരാ അല്ലേ? ഇപ്പോൾ ആണെങ്കിൽ നല്ല റെയിനി സീസൺ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മഴയത്ത് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത്രയും ലൈഫിനിടയ്ക്ക് എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ദിസ് ഈസ് ആൻ എ ബെറ്റർ എക്സാമ്പിൾ ഫോർ ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? മഴയത്ത് നിങ്ങളുടെ സഞ്ചാരം അല്ലേ? നിങ്ങൾക്ക് സാധാ സഞ്ചരിക്കുന്ന പോലെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുമോ മഴയത്ത്? ഇറ്റ് ഈസ് റാദർ ഡിഫിക്കൽട്ട് ടു മൂവ്. ഇനി നോക്കിക്കേ, നിങ്ങൾ വെള്ളത്തിൽ നീന്തുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് നീന്തി അങ്ങ് പോകാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് വാട്ടർ ഓഫേഴ്സ് എ റെസിസ്റ്റിംഗ് ഫോഴ്സ്. ഒരു ഫ്രിക്ഷൻ നിങ്ങൾക്ക് വാട്ടർ ഓഫർ ചെയ്യും. ആ വെള്ളം നിങ്ങൾക്ക് ഒരു ഫ്രിക്ഷൻ ഓഫർ ചെയ്യും. ദാറ്റ് ഈസ് എ ബെറ്റർ എക്സാമ്പിൾ ഫോർ ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ. അതെന്തിന് എക്സാമ്പിൾ ആണ്? ഫ്ലൂയിഡ് ഫ്രിക്ഷന് എക്സാമ്പിൾ ആണ്. നിങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി പോകുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഫ്ലൂയിഡിക് ഫ്രിക്ഷന് ഒരു എക്സാമ്പിൾ ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഫ്രിക്ഷനെ പറ്റിയാണ് ഇന്നത്തെ ദിവസം പഠിച്ചത്. ഇനിയുണ്ട് ഈ ഫ്ലൂയിഡിക് ഫ്രിക്ഷന് തന്നെ ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. നിങ്ങൾ വിമാനങ്ങൾ പോകുന്നത് കണ്ടിട്ടില്ലേ? എയറിൽ കൂടി വിമാനങ്ങൾ പോകുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വിമാനങ്ങളുടെ ഷേപ്പ് എന്തുകൊണ്ടാണ് അറ്റം കൂർത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറ്റം കൂർത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ വണ്ടിക്കകത്ത് പോകുന്ന സമയത്ത്, ഒരു ബൈക്കിനകത്ത് വല്ലതും പോകുന്ന സമയത്ത്, സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. നിങ്ങൾ എന്തെങ്കിലും കൈ ഇങ്ങനെ നേരെ വെച്ചിരിക്കുകയാണ്, കൈയുടെ പത്തി ഇങ്ങനെ നേരെ വെച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ കൈയുടെ പത്തി ഇങ്ങനെ ബാക്കിലോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, അനുഭവപ്പെടും അല്ലേ? ഇനി നിങ്ങൾ കൈ ഒന്ന് കൂർപ്പിച്ച് വെച്ച് നോക്കി, ഒന്ന് പിൻ പോയിന്റ് ചെയ്ത് നോക്കി, കൈ ഒന്ന് കൂർപ്പിച്ച് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കൈ എന്താ ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട്, എയറിൽ ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ മക്കളെ വണ്ടികളുടെയൊക്കെ ഷേപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതിൻ്റെയൊക്കെ ഷേപ്പ് എന്താ? എയറിൻ്റെ ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ കൂർത്ത അഗ്രങ്ങൾ കൊണ്ടാണ്. കുറച്ച് ഷാർപ്പ് ഈ ബോണറ്റൊക്കെ വെച്ചിട്ടുള്ള വണ്ടികളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. റേസിംഗ് കാർസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ എന്താ കൂർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ആ ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഷേപ്പൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. വിമാനങ്ങൾ നിങ്ങൾ കണ്ടാലറിയാം, എയറോപ്ലെയിൻസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം. അതിൻ്റെയൊക്കെ അറ്റം എന്താണ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതിന് കാരണം അതാണ്, ടു റെഡ്യൂസ് ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ. ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനാണ്. അന്ന് നമ്മൾ ഡീൽ ചെയ്തത് 3 ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ എന്താണെന്നൊക്കെയാണ്. വാട്ട് ഈസ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, വാട്ട് ഈസ് ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ ആൻഡ് വാട്ട് ഈസ് റോളിംഗ് ഫ്രിക്ഷൻ. എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ, എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, എന്താണ് ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്തത്. അതാ നോക്കിയേ, ആ സ്ലൈഡിൽ നിന്ന് ഉരുണ്ട് വന്ന നമ്മുടെ ആ സ്കുറിലാണ് ഇപ്പോൾ ഉരുണ്ട് അവിടെ നിന്ന് നിന്നത്. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റോളിംഗ് ഫ്രിക്ഷൻ. നമ്മൾ വീണിട്ട് കിടന്ന് ഉരുണ്ടാലും കുറച്ച് കഴിയുമ്പോൾ നിൽക്കത്തില്ലേ അല്ലേ? സ്റ്റെപ്പിൽ നിന്നൊക്കെ ഓടി വന്ന് തെന്നി താഴോട്ട് മൂടുമുത്തി വീണതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഉരുണ്ട് കുറച്ച് ഭാഗം ഫ്രണ്ടിലോട്ട് പോകും അല്ലേ? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ റോളിംഗ് ഫ്രിക്ഷൻ. ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? റോളിംഗ് ഫ്രിക്ഷന് ഒരു ബെറ്റർ എക്സാമ്പിൾ ആണ്. These are the 3 types of friction. ഇതാണ് 3 ടൈപ്പ് ഫ്രിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടുകളയാം. വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ? ഒന്നുകൂടെ കണ്ടുകളയാം. റോളിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ. When a body rolls over the surface of another body, the resistance to its motion is called റോളിംഗ് ഫ്രിക്ഷൻ. എന്താ റോളിംഗ് ഫ്രിക്ഷൻ? നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? 2 സോളിഡ് ഒബ്ജക്റ്റുകൾ കാരണം ഉണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിച്ചു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? വൺ ബോഡി റോൾസ് ഓവർ അനദർ ബോഡി. ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മേളിൽ കൂടി എന്ത് ചെയ്യണം? റോൾ ചെയ്ത് പോകണം. അപ്പോൾ അതിനൊരു റെസിസ്റ്റൻസ് അനുഭവപ്പെടുമല്ലോ, ഒരു പ്രതിരോധം അനുഭവപ്പെടുമല്ലോ. റോൾ ചെയ്ത് പോകുമ്പോൾ ആ പ്രതിരോധം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അത് കുറച്ച് കഴിയുമ്പോൾ ചെന്ന് നിൽക്കുന്നത്. തന്നെ പെതുക്കെ ചെന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പെതുക്കെ ചെന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു ഹിൻഡ്രൻസ്, അതിൻ്റെ മോഷൻ ഒരു ഹിൻഡ്രൻസ് അനുഭവപ്പെടുന്നത് കൊണ്ടാണ്, ഒരു റെസിസ്റ്റൻസ് അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ, ദാറ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് മോഷൻ ഈസ് കോൾഡ് റോളിംഗ് ഫ്രിക്ഷൻ. അതിനെയാണ് നമ്മൾ എന്തൊരു പേരിട്ട് വിളിക്കുക? റോളിംഗ് ഫ്രിക്ഷൻ എന്ന പേരിട്ട് വിളിക്കുക. 2, വാട്ട് ഈസ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ? The term sliding friction refers to the resistance created by 2 objects sliding against each other. ഇതിനെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. സ്ലൈഡിംഗ് ഫ്രിക്ഷന്റെ മറ്റൊരു പേരാണ് ഇപ്പോൾ പറഞ്ഞത്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾസോ കോൾഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇതിനെ എന്തൊരു പേരിട്ടും വിളിക്കാറുണ്ട്? കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന പേരിട്ടും വിളിക്കാറുണ്ട്. സ്ലൈഡിംഗ് ഫ്രിക്ഷനെ മറ്റൊരു പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. മറന്നു വരുത്. എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നുള്ളത് ഓർത്തിരിക്കാൻ വേണ്ടി ആ സ്ക്രിൽ എന്ത് ചെയ്യുക? ഐസ്ബർഗ്സിന്റെ മേളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് പോകുന്നത് ഓർത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇന്ന് വീട്ടിൽ കഴിക്കാൻ എടുക്കുന്ന ബ്രെഡ് എടുക്കുമ്പോൾ ഓർക്കണം, 2 ബ്രെഡ് കൂട്ടി വെക്കുമ്പോൾ ഓർക്കണം, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ സ്ലൈഡ്സിൽ കയറുന്നത്, വണ്ടർലായി പോയി സ്ലൈഡിൽ കയറി താഴോട്ട് തെന്നി നീങ്ങി പോകുന്നത്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അത് എന്തുണ്ടായതുകൊണ്ടാണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ടാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ലൈഡിൽ കൂടെ തെന്നി ചെന്ന് വെള്ളത്തിൽ വീഴാനായിട്ട്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ.
മൂന്ന്, വാട്ട് ഈസ് ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ അല്ലെ? ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ എന്താണ് കണ്ടു? ഫോഴ്സ് എക്സർട്ട് ബൈ ഫ്ലൂയിഡ് എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫ്ലൂയിഡ്സ് എക്സർട്ട് ചെയ്യുന്ന റെസിസ്റ്റന്റ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ എന്ന പേരിട്ട് വിളിക്കുക. ഒരു ഫ്ലൂയിഡ് മീഡിയം മറ്റൊരു ഫ്ലൂയിഡ് മീഡിയത്തിന്റെ മേളിൽ കൂടി പോകുമ്പോൾ, അതായത് ഒരു സോളിഡ്, നമ്മളെ പോലുള്ള ഒരു സോളിഡിനെ എടുക്കണം. നമ്മൾ വെള്ളത്തിൽ നീന്തുന്നത്, നമ്മളൊരു സോളിഡ് അല്ലേ? നമ്മൾ വെള്ളത്തിൽ നീന്തുമ്പോൾ വെള്ളം നമുക്ക് ഒരു റെസിസ്റ്റന്റ് ഫോഴ്സ് ഓഫർ ചെയ്യും. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ. അതാണ് ഫ്ലൂയിഡിക് ഫ്രിക്ഷന് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്രിക്ഷന് ഒരു എക്സാമ്പിൾ. ഫ്ലൂയിഡ് ഫ്രിക്ഷനെ മറ്റൊരു പേരിട്ടും വിളിക്കും. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ഡ്രാഗ്. ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ഫ്ലൂയിഡ്സ് ഈസ് ഓൾസോ കാൾഡ് ഡ്രാഗ്. അതിനെ എന്തൊരു പേരിട്ടും വിളിക്കാം? നമുക്ക് ഡ്രാഗ് എന്ന പേരിട്ടും വിളിക്കാം. ഫ്ലൂയിഡിക് ഫ്രിക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ഡ്രാഗ്. ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്തത് വാട്ട് ഈസ് ഫ്രിക്ഷൻ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, ഏതൊക്കെയാണ് ഫ്രിക്ഷന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്തത്. നമ്മൾ 3 ടൈപ്പ് ഫ്രിക്ഷനെ പറ്റി പഠിച്ചു: റോളിംഗ്, സ്ലൈഡിംഗ് ആൻഡ് ഫ്ലൂയിഡിക്. Hope all of you enjoyed the class. Thank you.